ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്റർഫേസും കാര്യങ്ങളും. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം. അപ്പം ഇവിടെ ഗെയിമില് പോകുന്നതിന് മുമ്പ് സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഗെയിം തുടങ്ങാം. ഓക്കെ, ഗെയിമിന്റെ ലോഡിംഗ് സ്ക്രീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സൗണ്ട് ഒന്ന് കൂട്ടട്ടെ. ഓക്കെ, അപ്പൊ നമ്മളെ ഇതിവിടെ ലോഡാവുന്നുണ്ട്. കുറച്ച് സമയം എടുക്കുന്നുണ്ട്. കാര്യം എന്താ അറിയില്ല. ഓക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ലാഗ് ഉണ്ട്, നല്ല രീതിക്ക് ലാഗ് ഉണ്ട്. ഇപ്പൊ ശരിയാവും. ഫസ്റ്റ് ഒരു ഗെയിം തുടങ്ങുമ്പം എൻ്റെ ഫോണിൽ അങ്ങനെയാണ്. ഓക്കെ, FPS സർവൈലിടാം. അപ്പൊ കുറച്ചും കൂടി സ്മൂത്ത് കിട്ടും. ഓക്കെ, ഏകദേശം നമുക്കൊന്ന് ഉള്ളിൽ പോയേക്കാം. ഓക്കെ, ഉള്ളിൽ ഇവിടെ വന്നിട്ടുള്ള ഷെൽഫ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് ഇവിടെ നമ്മളെ ടേബിള്, ഇവിടെ വേറെന്തോ മോണിറ്റർ എല്ലാം ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മളെ കാഷ്യർ ഇരിക്കുന്ന സ്ഥലം. ഓക്കെ, ഇവിടെ നമ്മള് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം ഇത് നമ്മളെ 2 ടേബിള്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാല് പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, നമ്മളിവിടെ ടേബിൾ വന്നിരിക്കാം. $50 നമ്മളിപ്പോൾ ഉണ്ട്. അപ്പൊ നമ്മൾ $50 ഇപ്പൊ നിങ്ങൾ വാങ്ങണം. മാർക്കറ്റിലിരിക്കും ഉണ്ടാവുക വാങ്ങേണ്ട സ്ഥലം. അപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് വാങ്ങാം. നമുക്ക് ഫ്ലോർ വാങ്ങാം. ഫ്ലോറൊന്ന് വാങ്ങണം. പിന്നെ ബ്രെഡും വാങ്ങണം. 2-3 വാങ്ങാം, ഫ്ലോറും ബ്രെഡും. ഓക്കെ, അത് നമ്മൾ ഫ്ലോറ് വാങ്ങാം, ബ്രെഡും വാങ്ങാം. ഓക്കെ, നമ്മൾ ഓർഡർ കൊടുക്കാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് തിരിയില്ല. എന്നാലും ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഏകദേശം എല്ലാം മനസ്സിലായി. ഇനി വാങ്ങാം. മുകളിലവിടെ ഷോപ്പിന്റെ ഐക്കൺ കണ്ട, അവിടെ നമ്മൾ വാങ്ങണ്ടേ. അവിടെ പോയിട്ട് പൈസ കൂടുതലാണ്. അപ്പൊ നമ്മള് ഒരു സാധനം കുറച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധനം പുറത്തേക്കും. അവിടെ പെട്ടി വന്നിട്ടുണ്ട്. ട്യൂട്ടോറിയൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇവിടെ പെട്ടിയുണ്ട്. ഓരോ പെട്ടി എടുത്തിട്ടും ഉള്ളിൽ കൊണ്ടുവെക്കണം നമുക്ക്. പെട്ടി എടുത്തു, പെട്ടി തുറന്ന് ഇങ്ങനെയല്ല, സോറി ഇതെന്താ ഉണ്ടല്ല, തിരിയുന്നില്ല. എന്താ വെക്കാൻ പറ്റുമോ? ഇതെന്തോ കാണിക്കേണ്ടത്. അപ്പൊ അനക്കൊന്ന് വെക്കാൻ ഡ്രോപ്പ് ചെയ്യാനല്ലേ? അനക്ക് അവിടെ വെക്ക. ഓക്കെ തിരിഞ്ഞു. ഓക്കെ, നമ്മൾ പെട്ടി ഇടാം. അടുത്ത പെട്ടി ഇടാം. ഓക്കെ, ഡസ്റ്റ്ബിന്നിൽ ഇടണല്ലേ പെട്ടി? ഇത് ലാസ്റ്റ് ഇടാം, ഇടണ്ട. ഓക്കെ, എന്തായാലും ഇപ്പെല്ലാം കൊണ്ടക്കാം. ഓക്കെ, എല്ലാം എടുത്ത് വെച്ചോ. ഓക്കെ, അടുത്ത എടുക്കാൻ വേണം. ഓക്കെ, അടച്ചിട്ടുണ്ട്. അടുത്ത എടുക്കാൻ വേണം. ഓക്കെ, നേരെ ഉള്ളിലേക്ക്. ബ്രെഡ് തന്നെയാണ്. ബ്രെഡ് അങ്ങനെ വെക്കാം. പെട്ടി അടിയിടാം. അടുത്ത എടുക്കണം. അടുത്ത പെട്ടി. ഇതും ബ്രെഡാണ്. നമ്മൾ കുറെ ബ്രെഡ് ഓർഡർ ചെയ്തിന്. ബ്രെഡ് എല്ലാം അവിടെ വെക്കാം. അപ്പോൾ ഇതിനൊരു പ്രൈസ് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രൈസ് ആഡ് ചെയ്യേണ്ടി വരും അല്ലേ? നമ്മൾ തന്നെ പ്രൈസ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രൈസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഡസ്റ്റ്ബിന്നിൽ ഇടണം. സാധനമല്ലോ, ഡസ്റ്റ്ബിന്നിലൊന്നും ഇടാം.
ഓക്കെ ജസ്റ്റ് ഓക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ അടുത്ത സാധനം എടുക്കാം, നേരെ പോയിട്ട് ഡസ്റ്റ്ബിനിലിടാം. ഓക്കെ ഇത് വീഡിയോ കുറച്ച് ലോങ് ആയി പോകുമോ നമുക്കറിയില്ല, എന്നാലും നിങ്ങൾ മാക്സിമം കാണാൻ കഴിയുന്നത്ര കാണാം. എൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ആൻഡ് വോയിസ് ഓവറുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ചിലപ്പം ഈ ഗെയിം പി സിയിലും ഉണ്ട് കേട്ടോ, പി സിയിലും നിങ്ങൾക്ക് കളിക്കാൻ കഴിയും. ആൻഡ് നമ്മളിപ്പോൾ പ്രൈസ് ആഡ് ചെയ്യുന്നു. ഓക്കെ ഇത് 3.71 വന്നിട്ടുള്ളൂ. അപ്പം നമുക്കൊരു 5 ഇട്ടുള്ളൂ, 5 മതിയാവും. ഓക്കെ 5 ഇട്ടിട്ടുണ്ട്. ഓക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ആൻഡ് ബ്രെഡിന് വന്നിട്ടുള്ളത് 3 തന്നെയാണ്. അപ്പം നമുക്കൊരു 5 ഇട്ടെടുക്കാം, 5 മതിയാവും. ശരിക്കും നമുക്ക് 6 വരെ ഇടാം, പക്ഷെ ചില ആൾക്കാർ ടു എക്സ്പെൻസീവ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളിത് ഫോണിൽ കളിക്കുന്നത്, പി സിയിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പി സി കളിക്കാം. എൻ്റെ അടുത്ത് പി സി ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ പി സിക്ക് എന്തോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഇതിനു മുമ്പ് ഞാനൊരു മെറ്റൽ ഹൊറർ എസ്കേപ്പ് എന്ന ഗെയിമിൻ്റെ ഒരു ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ അത് കാണാത്തവർ കാണാം. ഓക്കെ എന്തായാലും നമ്മൾ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൾക്കാർ വരുമോ നമുക്കറിയില്ല, നോക്കാം. പിന്നെ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്, നമുക്ക് എന്തായാലും ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഓക്കെ ഈ വീഡിയോ കഴിഞ്ഞാൽ ഞാൻ ഇതിലും കുറേ അപ്ഗ്രേഡ് വരുത്തും. ഈ അപ്ഗ്രേഡ് വരുത്തണം, അടുത്ത വീഡിയോ ആകുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം സെറ്റപ്പ് ആക്കണം എന്നാണ് എൻ്റെ ഒരു ചിന്ത. അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഇത് നമുക്കൊരു ചാനൽ വളർത്തിയെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ്. ഓക്കെ എല്ലാം പൈസ ആണ്. ഓക്കെ പൈസ വന്നിട്ടുണ്ട്. നമുക്ക് തന്നത് 11 രൂപയാണ്. അപ്പം നമ്മൾ ബാക്കി കൊടുക്കേണ്ട ഉറുപ്പിയാണ്. $1 ഡോളറാണ് കൊടുക്കേണ്ടത്. $1 അങ്ങനെ കൊടുത്തു. അടുത്ത ചേച്ചിക്ക് ബ്രെഡ് കാർഡാണല്ലേ. കാർഡ് അടിക്കാൻ നമുക്ക് നമ്പർ 5 റുപ്യാണ് ചേച്ചിക്ക്. അപ്പം ബ്രെഡ് തന്നെ ഓനും കാർഡ് തന്നെ, ബ്രെഡിന് 5 റുപ്യാണ്. അപ്പം നമുക്ക് 5 ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പം 5 കാർഡിൽ ടൈപ്പ് മെഷീനിൽ ടൈപ്പ് ചെയ്തിട്ട് ആ ടിക്ക് മാർക്ക് കൊടുക്കണം. ഓക്കെ ഇത് കളിക്കാത്തവരുണ്ടെങ്കിൽ കളിച്ചു നോക്കാം. അപ്പം ഫ്ലോറാണ് വാങ്ങിയത്, ഫ്ലോർ അറിയാലോ, മാവ്. ഓക്കെ മാവിനും 5 തന്നെയാണ്. അപ്പം 5. ഓക്കെ അടുത്ത ഓരോ ഫ്ലോർ എടുത്ത് ഓക്കെ കാർഡ് ഇട്ടു. 5 അടിച്ചു കൊടുക്കണം. സ്ക്രീനിന് ചെറിയൊരു സെൻസിറ്റിവിറ്റി പ്രശ്നമുണ്ട്, അത് കരിയാക്കണ്ട. ഓക്കെ അടുത്ത ആൾ വന്നിട്ടുണ്ട്. ഞാനും എടുത്തു, ക്യാഷ് വാങ്ങി. ക്യാഷ് 100 റുപ്യാണ്, 5 റുപ്യ 100 റുപ്യാണ്. ബാക്കി നമ്മൾ അപ്പോൾ 95 റുപ്യ ചേഞ്ച് ബാക്കി കൊടുക്കണം. എന്തുവാണോ ടോട്ടൽ പൈസ എടുത്ത് വന്നാൽ പോരെ, വെറുതെ നമ്മളെ വഴക്കെടുത്താനായിട്ട്. ഓക്കെ പൈസ കൊടുക്കാം, പൈസ. ഓക്കെ ഇപ്പം നമുക്ക് $34 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മുകളിൽ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ കഴിയും. അതിൻ്റെ ഇടയിൽ തന്നെ ടൈമും ഉണ്ട് കേട്ടോ, ടൈമും ഉണ്ട്. ഇപ്പോൾ 10:50 ആയിട്ടുണ്ട്, 11 ആയിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഞാൻ പൈസ കൊടുത്ത് അടുത്ത ചേച്ചി വന്നു. ചേച്ചിക്ക് ബ്രെഡാണ് കാർഡ് ആൻഡ് പൈസ 5 രൂപ തന്നെയാണ്. ബ്രെഡ് കാർഡ് ഓക്കെ 5 റുപ്യ. ഇത് നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ വരുന്ന വീഡിയോയിലും നല്ല ഇതായിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ ബ്രെഡ് തന്നെയാണ്. ഓക്കെ പൈസ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്കി കൊടുക്കേണ്ടി വരും. ബാക്കി എത്ര കൊടുക്കണ്ടേ? $0. $0 കാരണം കൊടുക്കണ്ട, തെറ്റിപ്പോയി. $0. ഓക്കെ അടുത്ത ആള് നമ്മൾ
പോയിട്ട് വിളിക്കേണ്ടി വരുവാ. ഓ മോളിലിവിടെ ഒബ്ജക്റ്റീവ് ഉണ്ട്. പെർഫോം ചെക്കൗട്ട് 25. നിങ്ങൾ കമന്റിൽ പറയണം. എന്നുവെച്ചാൽ ഈ 25 വരെ ഞാനിങ്ങനെ കളിച്ചു പോകണോ അതോ 25 ആവുന്നവരെ സ്കിപ്പാക്കണോ എന്നൊന്ന് പറയണം കേട്ടോ. അടുത്ത ആള് വന്നിട്ടുണ്ട്. ഓക്കെ, ആളെന്ന് എടുക്കാൻ പോകുന്നത് ആള് ബ്രെഡാണ് എടുക്കുന്നത്. ഓക്കെ, ചില ആളെന്ത് ചെയ്യാ ബ്രെഡ് ടു എക്സ്പെൻസീവ് എന്ന് അറിയില്ല. ഓക്കെ, കാർഡാണ്. 5 rupees, $5. ഓ, അടുത്ത ബിസിനസ് മാൻ വന്നിട്ടുണ്ട്. ഓക്കെ, ബ്രെഡ് വന്നിട്ടുണ്ട്, ഫ്ലോറും വന്നിട്ടുണ്ട്. നമുക്ക് പൈസ കൊടുക്കാം. 10 റുപ്യ ടോട്ടലായി, $10. ഓക്കെ, PC നമുക്ക് ഇവരെ പറ്റിക്കാൻ കഴിയും. ചേഞ്ച് കൊടുക്കുമ്പോൾ കുറച്ച് പൈസ കുറച്ചിട്ട്. പക്ഷേ ഫോണിൽ അങ്ങനെ പറ്റൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ പറ്റുമായിരിക്കും, അറിയില്ലെല്ലാം. എടുക്കുമ്പോൾ ഇൻസഫിഷ്യന്റ് ക്യാഷ് കാണിക്കുന്നു. ഓക്കെ, നമുക്ക് പൈസ എടുക്കാം. ഓക്കെ, പോയിക്കോ. ഇനി അടുത്താള് വരട്ടെ. അടുത്താള് വാ. ഒന്നും ആരും ഇല്ലേ? ടൈം ഒരു 3:30 സമയമായിട്ടുണ്ട്. ആരും വരുന്നില്ല. ചേച്ചി ഇങ്ങോട്ട് ചേട്ടാ. വന്നു ചേട്ടൻ. ഓ, നമ്മളെ ഫ്ലോറ് തീർന്നിട്ടുണ്ട്. ബ്രെഡ് എടുക്കുന്ന ആൾക്ക് എടുക്കാൻ കഴിയും. ഇത്ര വലിയ ബിസിനസ്മാനായിട്ട് എനിക്ക് വാങ്ങാൻ കഴിയില്ല. ഓക്കെ, നമ്മള് വാങ്ങണം. ഫ്ലോർ വാങ്ങിയേക്കാം. ഫ്ലോർ വാങ്ങാം. 6 റുപ്യയുള്ളൂ. ഒന്ന് വാങ്ങാം. 2 വാങ്ങാം. പർച്ചേസ് വാങ്ങിയിട്ടുണ്ട്. പുറത്ത് വന്നിട്ടുണ്ടല്ലോ. ഓ, ഇവിടെ വന്നേ. ഓക്കെ, നമ്മളിതെടുക്കാം. നേരെ ഉള്ളിക്കൊണ്ട് പോവാ. കസ്റ്റമർ അടുത്ത് തരാം. അതിനായതൊന്ന് കൊണ്ടാക്കട്ടെ. എന്തെന്നാടോ ഇതിവിടെ വെക്കണം. നേരത്തെ തന്നെ വേസ്റ്റ് ബിന്നിൽ ഇട്ടിന്. ഇപ്പത്തെ വെയില കുറെ കസ്റ്റമർ വന്നു. പൈസ ഇടട്ടെ. ഓക്കെ, ബാക്കി 20 $10 കൊടുക്കണം. $10 കൊടുക്കുക. ഓക്കെ, എൻ്റെ അടുത്ത ഫ്ലോറ്. ഇയാളും ക്യാഷ് ആയിരുന്നു. എല്ലാരും ഇങ്ങനെ ക്യാഷ് ആയിരുന്നു. കാർഡ് എടുക്ക്. കാർഡ് പോരട്ടെ. കാർഡ്. ഓക്കെ, അടുത്ത ബിസിനസ്. ഇയാളെ കാർഡായിരിക്കും. കാരണം ഇയാൾ വലിയ ബിസിനസ്. കണ്ടാൽ പറ്റില്ലേ? കാർഡ് ഇട്ടിട്ടുണ്ട്. നമ്മള് 15 റുപ്യാണ് വാങ്ങണ്ടേ. ഓക്കെ, 15 റുപ്യ വാങ്ങിയിട്ടുണ്ട്. ആൻഡ് നമ്മള് ലെവൽ 2 ആയിട്ടുണ്ട്. കട മുകളിൽ കാണാൻ പറ്റും. രാത്രി ആയിട്ടുണ്ട്. ലൈറ്റ് ഇടാൻ പറയുന്നത്. ലൈറ്റ് ഇട്ടിട്ടും വല്ല മാറ്റമില്ല. ലൈറ്റ് ഇട്ടിട്ടേന്. ഗ്രാഫിക്സ് കുറച്ചുകൊണ്ടാകുമ്പോൾ ഇത്രയും ലൈറ്റ് കിട്ടും. എന്തായാലും അടുത്ത ആൾ വരട്ടെ. സാധനം വാങ്ങി, പൈസ വാങ്ങി. ആൻഡ് ബാക്കി നമ്മൾ 5 റുപ്യ കൊടുക്കണം. ഓക്കെ, അത് നമ്മൾ അടുത്ത ഫ്ലവർ വാങ്ങി. ബ്രെഡ് എല്ലാം ഇവര് എടുത്ത് തന്നു. ഓക്കെ, ഇപ്പൊ 18 ആയിട്ടുണ്ട്. അപ്പം എന്നും 25 വരെ കാത്തിക്കണം. നിങ്ങൾക്ക് കാത്തിക്കാൻ കഴിയുമെങ്കിൽ കാത്തിക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് അടിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. 25 വരെ ഇങ്ങനെ തന്നെ ആക്കുമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകും. ഞാൻ വാങ്ങും. ഫ്ലോർ തീർന്നില്ല. എന്നോ ഫ്ലോർ എന്തായാലും വാങ്ങണം. ആൻഡ് നിങ്ങൾക്ക് അങ്ങനത്തെ ഗെയിം പ്ലേ ഇഷ്ടം എന്നൊക്കെ പറയണം. ലൈക്ക് ഇങ്ങനെ സിമുലേറ്റേഴ്സ് ആൻഡ് ഹൊറർ ഗെയിംസ്, ഈ ഓപ്പൺ വേൾഡ് ഗെയിം
പിന്നെ പെസ്, ഈ ഫുട്ബോൾ അങ്ങനത്തെ ഏതെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ട് കളിക്കുന്നതായിരിക്കും. ഓക്കെ, ഇയാള് 10 റുപ്യാണ് തന്നത്. ആൻഡ് 5 റുപ്യ കൊടുക്കണം. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ താഴെ പറയണം. നിങ്ങൾ മേടിച്ചതുകൊണ്ടെങ്കിൽ നമ്മൾ മാറ്റി തരുന്നതാണ്. ഓക്കെ, അതിൻ്റെ അടുത്തതായിട്ട് ആരും വരുന്നില്ലല്ലോ. എനിക്ക് ഗെയിം ലോങ് ആയാലും പറയണം. ഓക്കെ, അടുത്ത ദിവസമായിട്ടുണ്ട് ഗെയ്സ്. അടുത്ത ദിവസമായി നമ്മളിവിടെ വന്നു. ഇവിടെ ഇരിക്കുന്നതിന് മുമ്പേ കട ഓപ്പണാക്ക സാധനം ഇല്ലല്ലോ. സാധനം വാങ്ങണം. ഓക്കെ, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് $174 ഉണ്ട്. എല്ലാം കൂടി ഓരോന്നായിട്ട് വാങ്ങണം. എന്തായിരിക്കും അവസ്ഥ? അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ മൈൻക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. മൈൻക്രാഫ്റ്റ് എനിക്ക് 2 സെർവർ ഉണ്ട്. ഓക്കെ, സെർവർ മീൻസ് പി ആണ്. പോക്കറ്റ് എഡിഷനിൽ ഞാനും എൻ്റെ ചങ്ങായും കൂടി ആക്കിയൊരു സെർവറാണ്. ഓക്കെ, നമുക്ക് സാധനം വേണം, അതൊക്കെ വിടാം. ഓക്കെ, അയ്യ അത്രയാ സാധനം വാങ്ങി. ഓക്കെ, സാധനം ഇയാളെന്ന് പറഞ്ഞോളാം. എന്താണ് ചേട്ടാ? ചേഞ്ച് ബാക്കി കൊടുക്കണ്ട പോയിക്കോ. ഇയാളാരാ? ഇതിൽ നമുക്ക് ആളൊക്കെ ഹയർ ചെയ്യാൻ പറ്റും. നമുക്ക് അപ്പുറത്തൊരു സ്റ്റോറേജ് ഉണ്ടാകും, വാങ്ങാൻ പറ്റുക. ഞാൻ വെയ്യ കാണിച്ചു തരാം. ഓക്കെ, പുറത്തേക്ക് പോവാം. കട ഒന്ന് ക്ലോസ് ആക്കുന്നുണ്ട്, കാരണം ആ പെട്ടിയിലൊന്ന് എടുത്തു വെക്കണം. പെട്ടിയിലെടുത്ത് വെക്കുമ്പോഴത്തേക്ക് നാളെ ആവുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ആടെ വാങ്ങിയിട്ടുണ്ട്. ആടെ ഇട്ട് 5 റുപ്യ. ഓക്കെ, കട കൂട്ടിയിട്ട് പോയി. ഞാൻ വിചാരിക്കും കട കൂട്ടിയിട്ട് ആള് വരാണ്. ഓക്കെ, എത്രയാണ് ഈ പെട്ടി? ഈ സാധനം വേണ്ടായിരുന്നു. ഓക്കെ, സാധനം വാങ്ങി വിതറിയിട്ടുണ്ടിടാം. പെട്ടി ഡസ്റ്റ്ബിന്നിലിടണം. നെക്സ്റ്റ് പെട്ടി നമ്മൾ ഇന്നത്തെ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് പുതിയത് വന്നിട്ടുണ്ട്. പുതിയത് എന്ന് പറയുന്നത് പർച്ചേസ് പ്രൊഡക്റ്റ് ലൈസൻസ് യൂസിങ് കമ്പ്യൂട്ടർ. നമ്മള് പ്രൊഡക്റ്റ് ലൈസൻസ്, നമുക്ക് തോന്നുന്നു എന്നും സാധനം വാങ്ങണം, അങ്ങനെ ആയിരിക്കും. എന്നും സാധനം വാങ്ങിയിട്ട് എന്നും സാധനം വാങ്ങാൻ നമുക്ക് പ്രൊഡക്റ്റ് ലൈസൻസ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ ആയിരിക്കണം. ഇതൊന്നും എടുക്കാൻ പറ്റാത്ത മൈനസ് ആണ്. ഞാനിവിടെ ഈ പ്ലസ് ആക്കണം, മൈനസ് ആക്കണം. ഓക്കെ, ഈ സാധനം തീനിട്ടിട്ട് മുകളിൽ ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമ്മള് പെട്ടിയെടുക്കുക, പുറത്ത് കൊണ്ടുപോവാ, കളയാം. ഈ റോട്ടിലെ വണ്ടിയിലും പോകുമ്പോൾ സാധനം ചടങ്ങിപ്പോവോ? ഇല്ല, ഇങ്ങനെ വണ്ടിയൊന്നും ഇല്ല. ഓക്കെ, ഫ്ലോർ തന്നെയാണ്. ഞാൻ കുറേ ഫ്ലോർ വാങ്ങി, കാരണം കഴിഞ്ഞ പ്രാവശ്യം എത്ര വേഗം ഫ്ലോർ കയറുന്നത്. എല്ലാവർക്കും രാവിലെ പുട്ടുണ്ടാക്കാൻ മാവ് ആവശ്യമാണ്, പിന്നെ ദോശ ഉണ്ടാക്കാൻ മാവ് ആവശ്യമാണ്. എന്തെങ്കിലും മാവ് വേണം. പിന്നെ നമ്മള് ഓയിലാണിത്. ഓക്കെ, ഓയിലാണിത്. ഓയിലെല്ലാം നമ്മളിങ്ങനെ വെച്ചു കൊടുക്കാം. 2 എണ്ണം വെച്ച് നമ്മള്. ഇതെല്ലാം വെറുതെ കളിക്കുന്നതാണല്ലോ, വെറുതെ കിട്ടുന്നതാണല്ലോ, വെറുതെ അല്ല, പണിയെടുത്തിട്ട്. ഓക്കെ, എന്താ ചോക്കോസ് ആകുമ്പോൾ ചോക്കോസ് വെച്ചിട്ടുണ്ട്. ഡസ്റ്റ്ബിന്നിടാം, അടുത്തിടാം. ഇതെല്ലാം ലാഗാക്കുന്നത് തോന്നല്ലേ, വീഡിയോ കുറേ ലാഗാക്കുന്ന ഒരു ഫോണിങ്ങനെ വെച്ചിട്ട്. അതിലുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഗൈസ്. ഡിസ്പ്ലേ ഫുള്ളായി. അടുത്ത സാധനം വെച്ച് നേരെ പോയി ഡസ്റ്റ്ബിന്നിലിട്ടോ.
കുട്ടി ആടെ വീണു. ആൻഡ് അടുത്ത സാധനം എടുത്തു, നേരെ ഉള്ളിലേക്ക് പോയി. സമയം ഇപ്പൊ 3:30. ഞാനിപ്പോ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞാല് രാത്രി ഒരു ഇത് ആക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. കയ്യായിരിക്കും, നമുക്ക് നോക്കാം. വെച്ച് ഓക്കെ. ബിസിനസ് മാനല്ലേ ഈ പോകുന്നു. എൻ്റെ എത്ര ഡോളറാണ് ഇന്ന് നഷ്ടപ്പെട്ടേ. പ്രശ്നമില്ല, സാധനം ഇല്ലേ, അതൊന്നും നമുക്ക് വിഷയമില്ല. ഓക്കെ നമ്മള് സാധനം വെച്ചിട്ടുണ്ട്. ഉള്ളിൽ കയറിയിട്ട് പ്രൈസ് ഇടണം. പ്രൈസ് ഇടുന്നത് നല്ലതാണ്, കാരണം ഇതിൽ പ്രൈസ് കുറവാണ് കാണിക്കുക. ഇല്ലല്ലോ പോയി നമ്മള് ദമേ അതൊന്നും കാര്യമാക്കണ്ട. നമ്മള് ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പൈസ കൂട്ടിയിട്ടാൽ ടു എക്സ്പെൻസീവ്. ഇത് മാർക്കറ്റ് വഴി $5 ഉണ്ട്. നമ്മളൊരു 7 ഇട്ടെടുക്കാം. $4 പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. ആൻഡ് നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടമായെന്നൊന്ന് പറയണേ. ഞാൻ ഇടക്കിടക്ക് പറയുന്നത് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, പ്രൈസ് 6 ഇട്ടിട്ടുണ്ട്. ഇതെന്താ പാസ്ത എന്തോ? പാസ്റ്റക്ക് എത്ര പൈസ ഇടാം? ഒരു 5 ഇടാം. 5 ഇരുന്നോട്ടെ. ബ്രെഡിന് $5 മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഓയിൽ നമുക്ക് ഒരു $6 ഇടാം. 6 ആയിട്ടില്ലേ? 6. ഓക്കെ, രാത്രിയായി. ഞാൻ പറഞ്ഞ എല്ലാം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് രാത്രിയാവോ എനിക്കറിയാലോ. ഇന്നത്തെ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നാളെയും ഉണ്ടാവും ആ ഒബ്ജക്റ്റീവ് തന്നെ. ഓക്കെ, കട ഓപ്പൺ ചെയ്യണമെന്നുണ്ട്. ഓപ്പൺ. അയ്യോ, പെണ്ണുങ്ങൾ ഇറങ്ങിപ്പോയി. ഓക്കെ, ലേറ്റ് ഇടാം. ലേറ്റ് ഇട്ടിട്ടുണ്ട്. ലേറ്റിനൊന്നും വലിയ വെളിച്ചൊന്നുമില്ല. ഓക്കെ, ജിമ്മൻ വന്നിട്ടുണ്ട്. ബ്രെഡ് എടുത്തു. ഇവൻക്ക് എക്സ്പെൻസീവ് മുട്ടപ്പാല് മുട്ട എന്നിട്ട് എക്സ്പെൻസീവ് പോലും. നീ വാങ്ങണ്ട വില കാര്യമില്ലേ. ഞാനൊന്നും പറയുന്നില്ല, എന്നെക്കൊണ്ടൊന്നും പറയിക്കണ്ട. നിനക്കെന്നെ അറിയില്ല ഞാൻ ഈ നാട്ടത്ത് ഗുണ്ടയാണ്. നമ്മള് പാവപ്പെട്ടവരാണ്. നമുക്ക് പുതിയ പണി ലാഭം ഇപ്പൊ കുറവാണ്. അപ്പുറത്തെ ജിമ്മിലാളോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞ അയാൾക്ക് മാസം 300 $3000 കിട്ടുന്നത്. മാസം $3000. ആലോചിച്ച് നോക്കി. വിചാരിച്ചാക്കാനും പറ്റും. ഞാൻ നാളെ തന്നെ ആക്കും. എന്താ ചെയ്യാ, പെട്ടെന്ന് വാങ്ങിയ ലോണെല്ലാം എടുക്കേണ്ടി വരും. അതുകൊണ്ട് അവൻ ചെയ്യുന്നില്ല. ലോണെല്ലാം എടുക്കാൻ കേട്ടോ. നിങ്ങൾക്ക് അറിയില്ല, എങ്ങനെ പറഞ്ഞുതരാം. അറിയണ്ടാവും ചില ആൾക്കാർക്ക്. സുസു കാർഡ് ചെക്കൗട്ട്. പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങണമെന്നുണ്ടായിരുന്നു, സമയം തോന്നില്ല. ആയിട്ടുണ്ട്. പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങാം. പ്രൊഡക്റ്റ് ലൈസൻസ് ഇല്ലാന്ന് മാർക്കറ്റിൽ അല്ലല്ല, മാർക്കറ്റിൽ തന്നെയാണ്. ഇല്ലാണ് പ്രൊഡക്റ്റ് ലൈസൻസ് ഫസ്റ്റ് തന്നെ വാങ്ങാം. നിങ്ങൾ പൈസ കണ്ട പ്രൊഡക്റ്റ് ലൈസൻസിന്റെ? നമുക്ക് എന്തായാലും നാളെ വാങ്ങാം പ്രൊഡക്റ്റ് ലൈസൻസ്. ഓക്കെ, നമ്മള് നാളെ വന്നിട്ടുണ്ട്.
കണ്ടു കാളയായിട്ട് കുറെ ദിവസമായി ഇടാം. പറ്റി ഇട്ടിട്ടുണ്ട്. പുതിയ ഓപ്പൺ. എല്ലാരും വാ വന്നോട്ടെ എല്ലാ സ്ഥലവും എല്ലാം ഉണ്ട്. ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, വന്നോ. ഇതാ നമ്മളെ സ്റ്റോറേജ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വാങ്ങാൻ പറ്റുന്ന കസ്റ്റമർ വന്ന് നമുക്ക് വേഗം ചെക്കൗട്ട് ചെയ്യാം. പരിപാടിയിലാണ് ചേട്ടൻ കുറെ സാധനം എടുക്കും. ചേട്ടനെ കണ്ടാ കൈ കണ്ടറിയാ ചേട്ടനത് കുറെ പൈസ ഉണ്ട്. നമ്മുടെ പൊട്ടിക്ക് പൈസ പൊട്ടിക്ക് ചേട്ടനാര് പേടിക്കുന്നത്. ക്യാഷ് ബില്ലിംഗ് കൗണ്ടർ വെക്ക് ചേട്ടൻ. പൈസ ചേട്ടൻ അതുപോലെയല്ല ആവണം. ചേട്ടൻ എന്താ ചേട്ടൻ ഇങ്ങനെ. ചേട്ടൻ പോയി ചേച്ചിയും പോയി. ഞാൻ ആരോടെയും പറയുന്നു. ഓക്കെ, എല്ലാരും വരുന്നില്ലാലോ. ഈ വീഡിയോയുടെ ലെങ്ത് കുറച്ചുകൂടി പോയി നമുക്കറിയാം. എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയി വരും. എന്നിട്ട് ഒരെടുത്ത് എന്തിന് എക്സ്പെൻസീവ് ആയ സാധനം നീ എന്തിനെടുത്ത്? അതാണ് എനിക്കറിയണ്ടേ. നീ എന്തിനെടുത്ത്? എക്സ്പെൻസീവ് ആയ സാധനം നീ എന്തിനെടുത്തു? ഇല്ല, ഞാൻ ആരോടെ ചൂടാവുന്നു. ഓക്കെ, പ്രൊഡക്റ്റ് ലൈസൻസിന് നമുക്കെല്ലാം പൈസ ഇല്ല. നമുക്കത് സാധനം വേണം. എന്നാൽ ഈ കടയും കാലയിൽ പൈസയുമില്ല. ഇത് രാവിലെ അവിടെ പോയിരുന്നു. നമ്മളൊരു പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയെന്നാണ് തോന്നുന്നത്. വാങ്ങി. അതുകൊണ്ടാ പൈസ ഇത്ര കുറവ്. ക്യാഷ് പൈസ നമ്മളെ പുതിയ ഒബ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. നമ്മളെ എന്താണ് ഇത് കംപ്ലീറ്റ് ചെയ്തരം. ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ പർച്ചേസ് ഫ്രിഡ്ജ് ഓർ ഷെൽഫ്. നമുക്ക് ഫ്രിഡ്ജാണോ ഷെൽഫാണോ വാങ്ങാൻ നല്ലത്? എന്തായാലും കുഴപ്പമില്ല, ഏതായാലും വാങ്ങാം. ഓക്കെ, ഇയാള് കാണാവുന്ന ഒക്കെ 22. എന്താ നിങ്ങൾക്ക് GTA 5 കളിക്കണമെന്നുണ്ടോ? പക്ഷെ നിങ്ങളടുത്ത് PC ഇല്ല അല്ലേ? എന്നാൽ ഞാനൊരു ഇമുലേറ്റർ പരിചയപ്പെടുത്തി തരാം. പക്ഷെ ആ ഇമുലേറ്ററിന് ചെറിയൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ആ ഇമുലേറ്ററിൽ കളിക്കാൻ നിങ്ങൾക്ക് കോയിൻസ് വേണം. കോയിൻസ് കിട്ടണമെങ്കിൽ ഒന്നിക്ക് നിങ്ങൾ ആഡ് കണ്ടാൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്താൽ കിട്ടും. അങ്ങനെ കുറെ കോയിൻസ് വേണം. നമുക്ക് 1 മിനിറ്റ് കളിക്കാൻ 2 മിനിറ്റ് കളിക്കാൻ 3 കോയിൻസ് അങ്ങനെ എന്തോ ആണ്. ആൻഡ് കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ട്. ഇത്രയും നമ്മൾ കാത്തുന്നാൽ നമുക്ക് ചിക്കി പറഞ്ഞൊരു ആപ്പ് നമ്മളെ പ്ലേ സ്റ്റോറിലുണ്ട്. അതിലൂടെ നമുക്ക് കളിക്കാൻ പറ്റും. ആൻഡ് ഇതാണ് ഈ ആപ്പ്. ആൻഡ് നിങ്ങൾ കൊടുക്കുന്ന പൈസക്കനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കളിക്കാൻ പറ്റുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് വേണം കളിച്ചാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത സാധനം വാങ്ങണം. $87 വാങ്ങിയിട്ടുണ്ട് നമ്മൾ സാധനം. ഇവനെന്തിനാണ് ഇതെല്ലാം വാങ്ങിക്കൊണ്ടുപോകും? നല്ല എന്തെങ്കിലും സാധനം വാങ്ങി കുറേ എടുക്ക് കട കാലിയാക്കി പൈസയും കിട്ടുന്നില്ല. ഗൈസ്, രാത്രിയായി. ഇന്ന് കുറവാണ്. $100 ആയിട്ടുണ്ട്. 6 മണിയായിട്ടുണ്ട്. 7 മണിയായിട്ടുണ്ട്. ഇന്നത്തെ കച്ചവടം അത്ര പോരായിട്ടല്ലേ നമ്മൾ പ്രൊഡക്റ്റ് ലൈസൻസ് എല്ലാം വാങ്ങിയിട്ടുണ്ടാകും. ഫ്ലോർ അത്ര എക്സ്പെൻസീവ് ആണെങ്കിൽ നിങ്ങളങ്ങനെ എടുക്കണ്ട. സ്വിച്ച് ഇടണം, ലൈറ്റ് കത്തണം. ഇത് അടുത്തും വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലോറും ഓയിലും
പൈസ തന്നിട്ടുണ്ട്. ഇതൊന്നും എല്ലാവരും എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നു ഫ്ലോറ്. നമുക്കൊന്ന് ഇത് ഡെയിലി ചേഞ്ച് ആകുന്നുണ്ടല്ലേ, അതുകൊണ്ടിരിക്കും. ഓക്കെ, കാർഡ് ഇടാം. 10 റുപ്യ അടിച്ചോ. ഓക്കെ, ഗെയിം എൻഡ് ചെയ്യാനായി തോന്നുന്നു. ഇപ്പം തന്നെ കുറേ ലോങ്ങായി. നാളെ നമ്മൾ എൻഡ് ചെയ്യുന്നതായിരിക്കും. നാളെ മീൻസ് ശരിക്കുള്ള നാളെയല്ല, ഗെയിമിലെ നാളെ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സാധനം വാങ്ങാം. ഓ, ഇതൊന്ന് അവിടെന്തോ ഉണ്ട് കേട്ടോ. ലോക്കഡ്, അത് നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്ര ലാഭമൊന്നുമില്ല, ലാഭം കുറവാണ്. ഓക്കെ, നമ്മള് പുതിയൊരു ദിവസത്തിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷെ ആ ദിവസത്തിന് അത്ര ഭാഗ്യമില്ല. ഇന്നാണ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് സാധനം വാങ്ങിയിട്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. സാധനമല്ല, ഫ്രിഡ്ജ് വാങ്ങണം. ഫ്രിഡ്ജിന് നല്ല പൈസ ഉണ്ടാവും. എത്രയാണെന്ന് നോക്കട്ടെ. സിംഗിൾ ഫ്രിഡ്ജിന് തന്നെ $200, ഡബിൾ ഫ്രിഡ്ജിന് 375. ഗൈസ്, എന്നെ കൊണ്ടാവും തോന്നില്ല കേട്ടാ. അടുത്ത വീഡിയോയിലേക്ക് ഫ്രിഡ്ജെല്ലാം വാങ്ങി വെക്കാം. ഫ്രിഡ്ജ് അടുത്ത വീഡിയോയിലേക്ക് ആവും, എന്തായാലും ആവും. ഓക്കെ, ഇപ്പം ഞാൻ എന്തായാലും ഇറങ്ങുന്നത്. ഓക്കെ, നമ്മള് സാധനത്തിനെല്ലാം കറക്റ്റ് വില തന്നെയാണ്. കറക്റ്റ് തന്നെ, കൂടിയിട്ടൊന്നുമില്ല. നമുക്കൊന്ന് കൂടിയില്ലെങ്കിൽ നമുക്ക് മുകളിൽ ഹിന്ദി വരും. അങ്ങനെയാണ് കണ്ടത്. ഓക്കെ, ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും, പക്ഷെ പൈസ കൊടുക്കണം. പൈസ നമ്മളെ ഇതിൽ പെട്ടല്ല. കാരണം ഇപ്പൊ നമ്മളെ വീഡിയോ ആരും കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് പൈസയും കിട്ടാൻ പോകുന്നില്ല. സ്റ്റോറേജ് ഈസ് ലോക്ക്ഡ്. $800. എന്റെ മോനെ എങ്ങനെ ഉണ്ടാക്കാനാണ്? എന്താ റബ്ബേ. ഓക്കെ, നമ്മളിപ്പുറത്തേക്ക് സൈക്കിൾ നമ്മൾ പോയി. നമ്മൾ സൈക്കിൾ ഓക്കെ, നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിനോട് ഇന്നത്തേക്ക് ഇവിടെ വരെയാണ്. നമ്മളെ രണ്ടാമത്തെ സെക്കൻഡ് വീഡിയോ ഇൻ മൈ ചാനൽ, അത് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എല്ലാവരും ഒന്ന് കാണുക. നമ്മൾ ഇതാ വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതെല്ലാം ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇതൊന്ന് മ്യൂസിക് പ്ലെയറാ. ഒന്നും വേണ്ട, പോയതേ. നമുക്ക് എവിടെയാണ് പ്രൈസിങ് കാണിക്കും. ഓരോ ദിവസം കൂടിയതും കുറഞ്ഞതും എല്ലാം ഇവിടെ കാണിക്കും. അതിനെ കുറിച്ച് നമ്മൾ പേടിക്കേ വേണ്ട. വീഡിയോ കുറേ ലെങ്തായി നമുക്കറിയാം. ബട്ട് എന്താണ് ചെയ്യുക, എനിക്കും ജീവിക്കണ്ടേ. ഇതിൻ്റെ മുകളിൽ കുറേ അണിയുണ്ട്. ആൻഡ് അവളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.